Hi dears. നമ്മള് പറയാറില്ലേ എനിക്കൊരു പിടിയുമില്ലാന്ന്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാൻ കേട്ടോ? I have no clue. എനിക്കൊരു പിടിയുമില്ല. I have no clue. അതെന്റെ ആഗ്രഹം. It's my wish. അതെന്റെ ആഗ്രഹം. It's my wish. ഇതൊന്നുമില്ല. It's nothing. ഇതൊന്നുമില്ല. It's nothing. അത് അബദ്ധത്തിൽ പറ്റിയതാ. മീൻസ് മനഃപൂർവ്വമല്ല. It was by mistake. അത് അബദ്ധത്തിൽ പറ്റിയതാ. It was by mistake. ഇനി അബദ്ധത്തിൽ പോലും ആണെങ്കിലോ even by mistake. അബദ്ധത്തിൽ പോലും even by mistake. ഇത് മനസ്സിലാകാൻ ഞാനൊരു സെന്റൻസ് പറയാം. ഒരു ലോങ് സെന്റൻസ് ആണ്. Need not to study, okay? Even by mistake, you shouldn't have said that. അബദ്ധത്തിൽ പോലും നീ അങ്ങനെ പറയരുതായിരുന്നു. Okay? Then, see who it is. അതാരാണെന്ന് നോക്കിക്കേ. See who it is. അതാരാണെന്ന് നോക്കിക്കേ. അത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. See how it is. അത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. See how it is. അത് എപ്പോഴാണെന്ന് നോക്കിക്കേ. See when it is. അത് എപ്പോഴാണെന്ന് നോക്കിക്കേ. See when it is. ഇനി അത് എവിടെയാണെന്ന് നോക്കിക്കെന്നാണെങ്കിലോ See where it is. See where it is. Somewhere here. ഇവിടെ എവിടെയോ. Somewhere here. ഇവിടെ എവിടെയോ. ഇനി അവിടെ എവിടെയോ ആണെങ്കിലോ Somewhere there. അവിടെ എവിടെ. Definitely. തീർച്ചയായും. I will definitely come. ഞാൻ തീർച്ചയായും വരും. Probably. Probably means നമ്മൾ maybe എന്ന് പറയാറില്ലേ. സെയിം മീനിങ് ആണ് കേട്ടോ. He will probably be late today. അവൻ ഇന്ന് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. He will probably be late today. അവൻ ഇന്ന് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. Then exactly. Exactly means കൃത്യമായി. That is exactly I wanted. അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ. Then literally. Literally എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിക്കും എന്നൊക്കെയുള്ള മീനിങ് ആണ്. I was literally shaking. ഞാൻ ശരിക്കും വിറയ്ക്കുകയായിരുന്നു. I was literally shaking. ഞാൻ ശരിക്കും വിറയ്ക്കുകയായിരുന്നു. Hope you might have understood. Let me wind up. Take care. Thank you.